സാധാരണക്കാർ മനസ്സിലാക്കുന്നത് 2000 പേരെ ജോലിക്ക് വെക്കാൻ കഴിയും എന്നതുകൊണ്ടാണ് PSC റാങ്ക് ലിസ്റ്റ് ഇട്ടത്. പിന്നെ ആ വേക്കൻസി നഷ്ടപ്പെട്ടത് എങ്ങനെ എന്ന ചോദ്യമാണ് വരുന്നത്. നമ്മൾ കേരള PSCയുടെ അപേക്ഷ ക്ഷണിക്കുന്ന സമയത്ത് മിക്കവാറും ഇതേ തസ്തികയിലുള്ള റാങ്ക് ലിസ്റ്റ് നിലനിന്നിരിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ ലാസ്റ്റ് ഗ്രേഡ് സർവന്റ്, LD ക്ലർക്ക്, പോലീസ് കോൺസ്റ്റബിൾ, സബ് ഇൻസ്പെക്ടർ തുടങ്ങിയ ഒട്ടനവധി എല്ലാ വർഷങ്ങളും വേക്കൻസി ലഭിക്കുന്ന ഒരു 80% തസ്തികകളിലേക്കും ഒരു റാങ്ക് ലിസ്റ്റ് നിലനിൽക്കുമ്പോൾ തന്നെ നടപടി നടത്താറുണ്ട്. അതിന് കാരണം കൂടി പറയാം. ഓരോ റാങ്ക് ലിസ്റ്റിനകത്തും കേരളത്തിൻ്റെ വിദ്യാർത്ഥികളുടെ ക്വാളിഫിക്കേഷനും അവര് PSC പോലത്തെ ഇതര പബ്ലിക് സ്ഥാപനങ്ങളിലേക്ക് അപേക്ഷിക്കാനുള്ള അവരുടെ ഒരു കഴിവും പരീക്ഷകൾ മുന്നേറാനുള്ള അവരെ മെറിറ്റും എല്ലാം വെച്ച് നോക്കുമ്പോൾ മിക്ക കേരളത്തിലെ ഉദ്യോഗാർത്ഥികളും 10ാം ക്ലാസ് മുതൽ PG വരെയുള്ള ഉദ്യോഗാർത്ഥികളെ കണക്കെടുത്തു കഴിഞ്ഞാൽ ഏകദേശം പെർ ഇയർ തന്നെ PSCയുടെ അപേക്ഷയുടെ ഗ്രൂപ്പിൽ 1 കോടി വരെ, ഇപ്പോൾ 73 lakhs to 1 crore മേലെ കടന്നു. 1 കോടി മിനിമം അപേക്ഷകർ എഴുതുന്നുണ്ട്. ഇത്രയും വലിയ നമ്പർ, നേരത്തെ പറഞ്ഞത് ഇത്രയും വലിയൊരു നമ്പറാണ് പൊതുവെ പരീക്ഷയ്ക്ക് അപേക്ഷകരായിട്ട് വരുന്നത്. ഇങ്ങനൊരു അൺമാനേജബിൾ ആയിട്ടുള്ള വലിയ നമ്പർ അപേക്ഷകർ വരുമ്പോൾ സ്വാഭാവികമായും മറ്റൊരു റാങ്ക് ലിസ്റ്റ് കഴിഞ്ഞതിന് ശേഷം എത്ര വേക്കൻസിയാണ് നമുക്ക് ലഭ്യമാണ്, എത്ര വേക്കൻസിയിലേക്ക് നമ്മൾ നിയോഗിക്കപ്പെടാൻ കഴിയും എന്ന ഒരു എസ്റ്റിമേഷൻ നടത്തിക്കൊണ്ട് റാങ്ക് ലിസ്റ്റ് കഴിയാൻ കഴിയും. കാരണം മറ്റൊരു റാങ്ക് ലിസ്റ്റ് നിലനിൽക്കുന്നതുകൊണ്ട് പുതിയ റാങ്ക് ലിസ്റ്റിനകത്ത് എന്താ ക്ലോസ് പറയാന്നറിയാം, പ്രതീക്ഷിത വേക്കൻസി എന്ന് പറയും. ഒരു പോലീസ് കോൺസ്റ്റബിളിന്റെ റാങ്ക് ലിസ്റ്റ് നിൽക്കുമ്പോൾ അതിൽ നിന്ന് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അടുത്ത നോട്ടിഫിക്കേഷൻ നമ്മൾ കൊടുക്കുന്നത് എന്തുകൊണ്ടാണ്? ആ റാങ്ക് ലിസ്റ്റ് കഴിഞ്ഞ് വരുമ്പോൾ പുതിയൊന്ന് വരാൻ വേണ്ടിയിട്ടാണ്. കാരണം 5 ലക്ഷം മുതൽ 10 ലക്ഷം വരെ അപേക്ഷകരാണ്. അപ്പോൾ ഒരു പരീക്ഷ നടത്തണമെങ്കിൽ ചുരുങ്ങിയത് 2 വർഷം എടുക്കും, വലിയ പരീക്ഷ. അപ്പോൾ സ്വാഭാവികമായും ഒരു റാങ്ക് ലിസ്റ്റ് നിലനിൽക്കുമ്പോൾ തന്നെ മറ്റൊരു നോട്ടിഫിക്കേഷൻ കൊടുക്കുന്നത് കൊണ്ട് നോട്ടിഫിക്കേഷൻ 0 വേക്കൻസി ആയിരിക്കും. ഇങ്ങനെ ആദ്യം നിന്നുള്ള റാങ്ക് ലിസ്റ്റ് അവസാനിക്കുന്നതോടുകൂടി നമ്മൾ നേരത്തെ തുടങ്ങി വെച്ച 2ാമത്തെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. അപ്പോൾ 2ാമത്തെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുമ്പോൾ അതിലേക്കൊരു വേക്കൻസി അക്യൂമുലേറ്റ് ചെയ്ത് വരുന്നില്ല. ഓൾറെഡി കഴിഞ്ഞ് ഇന്നലെ വരെ ഉള്ള റാങ്ക് ലിസ്റ്റിലേക്ക് കൊടുത്തത് കൊണ്ട് ഒരു വലിയൊരു നമ്പർ ഇതിലേക്ക് മാറ്റി കൊടുക്കാൻ കഴിയില്ലല്ലോ. സ്വാഭാവികമായും ഒരു റാങ്ക് ലിസ്റ്റിന്റെ പീരീഡിനകത്ത് ഒരു 3 വർഷ കാലാവധി എന്ന് വിചാരിക്കുക, ജനറൽ റാങ്ക് ലിസ്റ്റ്. ഈ 3 വർഷ കാലാവധിക്കകത്ത് ആദ്യത്തെ 6 മാസം ഉത്ഭവിക്കുന്ന വേക്കൻസി, പിന്നീട് ഒരു 3 മാസം കഴിഞ്ഞ് കുറച്ച് വേക്കൻസി റിപ്പോർട്ട് ചെയ്യും, 1 വർഷം കഴിഞ്ഞാൽ റിപ്പോർട്ട് ചെയ്യും, 2 വർഷം കഴിഞ്ഞാൽ റിപ്പോർട്ട് ചെയ്യും. 2 വർഷം കഴിഞ്ഞാൽ ഉദ്യോഗാർത്ഥികൾക്ക് ആദ്യം തുടങ്ങി. അപ്പൊ റാങ്ക് ലിസ്റ്റ് നേരത്തെ പറഞ്ഞ റാങ്ക് ലിസ്റ്റിനകത്ത് എണ്ണം തിട്ടപ്പെടുത്താത്തത് കൊണ്ട് തന്നെ എത്ര വേക്കൻസിയാണ് അതിനകത്ത് വരുന്നതെന്ന് അറിയാത്തത് കൊണ്ട് ധാരാളം ഉദ്യോഗാർത്ഥികൾ നല്ല ഹൈ കട്ട് ഓഫിന്റെ ഉള്ളിൽ വരുന്നത് കൊണ്ട് ഒരു നിർദോഷമല്ല എണ്ണം കൂട്ടിയിടുന്നത്. അത് ഉദ്യോഗാർത്ഥികളും കൂടി അംഗീകരിക്കപ്പെട്ടിട്ട് റാങ്ക് ലിസ്റ്റ് ചെറുതാവരുത് എന്നാണ് ഉദ്യോഗാർത്ഥികളുടെ ഡിമാൻഡ്. കാരണം ഇത്ര വലിയ ഒരു പരീക്ഷ നടത്തി വലിയ സംവിധാനം ചെയ്തിട്ട് എന്തിനാണ് ചെറിയ നമ്പർ ഇടുന്നത്? സപ്പോസ് ചെറിയ നമ്പർ ഇട്ട് കഴിഞ്ഞാൽ ആ 3 വർഷത്തിന് ഉള്ളിൽ കൂടുതൽ വേക്കൻസി റിപ്പോർട്ട് ചെയ്യപ്പെടുകയും റാങ്ക് ലിസ്റ്റിൽ ഉദ്യോഗാർത്ഥികളുടെ എണ്ണം കുറഞ്ഞത് കൊണ്ട് അത്രയും പോസ്റ്റ് ഫില്ല് ചെയ്യപ്പെടാതെ ചർച്ച മറിച്ചാൽ വരാം. 10 ലക്ഷത്തോളം നടത്തുന്ന ഉദ്യോഗാർത്ഥികളുടെ പരീക്ഷ നടത്തിയിട്ട് PSCക്ക് ഒരു സഫിഷ്യന്റ് നമ്പർ ഉള്ള റാങ്ക് ലിസ്റ്റ് പോലും പ്രസിദ്ധീകരിക്കാത്തതുകൊണ്ട് അവസരം അപ്പോൾ നഷ്ടപ്പെട്ടെന്ന് പറയുന്നത് കൊണ്ട് തന്നെ മെയിൻ ലിസ്റ്റിനകത്തേക്ക് നമ്മൾ എപ്പോഴും ഒരു സഫിഷ്യന്റ് നമ്പർ തന്നെ എടുക്കും. അതൊരു 1000 പേരെ നമ്മൾ നിയോഗിക്കണമെങ്കിൽ 3000 പേര് എടുക്കട്ടെ എന്നാണ് കാലങ്ങളായി PSC ചെയ്ത് വരുന്നത്. അങ്ങനെ 3000 പേര് എടുക്കുമ്പോൾ നരേന്ദ്ര കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലോ
അതിന്റെ പകുതിയുടെ 5 ഇരട്ടി ആൾക്കാരെ വരും. ഇപ്പൊ എന്തായി? ഈ 2 രീതിയും നടപ്പിലാക്കി വരുമ്പോൾ പ്രതീക്ഷിത വാക്കൻസിയുടെ വലിയ നമ്പേഴ്സ് റാങ്ക് ലിസ്റ്റിനകത്ത് വരാൻ സാധ്യതയുണ്ട്. ഇത്രയും വലിയ നമ്പർ വരുമ്പോൾ റാങ്ക് ലിസ്റ്റ് അവസാനിക്കാനുള്ള ഒരു 3rd ഇയറിൽ അവിടെ ഒരു പ്രശ്നം വരുന്നുണ്ട്. അവിടെ താങ്കൾ പറഞ്ഞ പോലെ റാങ്ക് ലിസ്റ്റിന്റെ എണ്ണവും അപ്പോയിന്റ്മെന്റ് എണ്ണവും തമ്മിൽ താരതമ്യ പഠനങ്ങളും വിമർശന പഠനങ്ങളും തൊഴിൽ കിട്ടില്ല എന്നുള്ള വേദനയൊക്കെ കടന്നു വരുന്ന 3rd ഇയറിലാണ് ഓരോ റാങ്ക് ലിസ്റ്റ് അവസാനിക്കുന്നത്. സത്യത്തില് ഉദ്യോഗാർത്ഥികൾക്ക് അറിയുന്ന സംഗതിയാണ് റാങ്ക് ലിസ്റ്റിനകത്ത് മാർക്ക് കുറഞ്ഞവര് പിന്നിലും മാർക്കുള്ളവർ പിന്നിലാണ്. ഒരു റാങ്ക് ലിസ്റ്റിനകത്ത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന വേക്കൻസി കൃത്യമായ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് മാത്രമേ PSC ലഭിക്കുകയുള്ളൂ. PSC റാങ്ക് ലിസ്റ്റ് ആൾ കൂടുതലുണ്ടെന്നും റാങ്ക് ലിസ്റ്റ് കാലാവധി അവസാനിക്കാൻ പോകുന്നു, അതിലേക്ക് അത്ര ഉദ്യോഗാർത്ഥികളെ സാറ്റിസ്ഫൈ ചെയ്യുന്ന എത്ര എണ്ണം കൊടുത്ത് അയക്കണം എന്ന് പറയാനുള്ള നിയമം അനുവദിക്കുന്നില്ല. കാരണം നിയമം അവിടെയും അനുവദിക്കുന്നില്ല, ഇവിടെയും അനുവദിക്കുന്നില്ല. അപ്പൊ റിപ്പോർട്ടിങ്ങുമായി ബന്ധപ്പെട്ടിട്ട് ഒരു മാസം ഒരു കേഡറിൽ ഒരാൾ റിട്ടയർ ചെയ്യുന്നു, ഒരു വേക്കൻസി ഉപയോഗിച്ചില്ല. അടുത്ത മാസം 5 പേര് റിട്ടയർ ചെയ്യും. വേറെ ഒരു പ്രത്യേക ഒരു കാലഘട്ടത്തിൽ ഒരു മെയ് മാസത്തിൽ 100 പേര് റിട്ടയർ ചെയ്യും. അങ്ങനെ ഒരു വർഷം 250 പേര് റിട്ടയർ ചെയ്യുന്ന ഒരു തസ്തികയാണെങ്കിൽ ആ റിട്ടയർമെന്റിനെ അനുസരിച്ചിട്ട് വേക്കൻസി കൃത്യമായ ഡേറ്റ് വെച്ചിട്ട് നമുക്ക് പെർഫോമ അറിയിക്കും, കൊടുക്കും. അപ്പൊ ബാക്കി നിൽക്കുന്നുണ്ടാവും. ഒരിക്കലും ഉള്ള വേക്കൻസിയിൽ കൂടുതൽ കൊടുക്കാൻ കഴിയില്ല. ഉള്ള വേക്കൻസിയിൽ കൂടുതൽ വേക്കൻസി കൊടുക്കാൻ കഴിയുന്നത് എപ്പോഴാണെന്ന് അറിയാം, ഒരു പോസ്റ്റിലേക്ക് അധിക തസ്തിക സൃഷ്ടിക്കുമ്പോഴാണ്. അപ്പൊ നിലനിൽക്കുന്ന തസ്തിക ഉത്ഭവിക്കുന്ന വേക്കൻസികൾ സൂപ്പർ ആനുവേഷനിലേക്ക് റിട്ടയർമെന്റ് വേക്കൻസികളാണ്. അത് ഒന്നും തന്നെ പിടിച്ചു വെക്കാൻ ഗവൺമെന്റ് കഴിയില്ല എന്ന് പറഞ്ഞാൽ റാങ്ക് ലിസ്റ്റ് ഉള്ള കാര്യം ഗവൺമെന്റ് അറിയില്ല. ഏത് ഗവൺമെന്റ് ആ റാങ്ക് ലിസ്റ്റിൽ ഉള്ളവരുടെ അപ്പോയിന്റ്മെന്റിന് വേണ്ടി ഓരോ ഡിപ്പാർട്ട്മെന്റ് മേധാവിയും വേക്കൻസി ഒക്കറൻസ് എന്ന് പറയും, ഉത്ഭവിക്കുന്ന വേക്കൻസികളെ സംബന്ധിച്ച് ഒരു കണക്കെടുപ്പെടുത്ത് ഒരു റിപ്പോർട്ടിങ്ങിന്റെ പെർഫോമൻസ് നമുക്ക് നൽകുന്നു, നമ്മൾ കൊടുക്കുന്നു. ഇത് റാങ്ക് ലിസ്റ്റിന്റെ എക്സ്പയറി ഡേറ്റും ഉദ്യോഗാർത്ഥികളുടെ എണ്ണവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. റാങ്ക് ലിസ്റ്റ് എണ്ണത്തെ സംബന്ധിച്ച് അപ്പോയിന്റിംഗ് അതോറിറ്റിക്ക് അറിയ പോലുമില്ല. അത് PSC ചെയ്യുന്ന പ്രക്രിയയാണ്. അപ്പൊ PSC എണ്ണം കൂടുതലായി വെക്കുന്നത് റിസർവേഷൻ പ്രിൻസിപ്പിളിന്റെ ഒരു ആവശ്യകത, കുറഞ്ഞു പോയി എന്നുള്ള ഉദ്യോഗാർത്ഥികളുടെ ഒരു കംപ്ലൈന്റ്, ഇതൊക്കെ പരിഹരിക്കുന്നതിന് വേണ്ടി ഒരു നിർദോഷമുള്ള, അത് ഒരാൾക്കും ഒരു ദോഷമില്ലാത്ത ഒരു സംഗതിയാണ് ഇത്രയും കാലങ്ങളായി ചെയ്തു വരുന്നത്. അപ്പോൾ ഒരു റാങ്ക് ലിസ്റ്റിലെ എണ്ണം കൂടി എന്നത് പരാതി പറയുമ്പോൾ ഭാവിയിൽ റാങ്ക് ലിസ്റ്റ് എണ്ണം കുറഞ്ഞാൽ ആ പരാതി കൂടി നമുക്ക് കേൾക്കേണ്ടി വരും. അപ്പൊ എത്ര റാങ്ക് ലിസ്റ്റിനകത്ത് എണ്ണം ഉണ്ടെങ്കിൽ പോലും പരീക്ഷ എഴുതുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചോളം, റാങ്ക് ലിസ്റ്റ് ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചോളം അതിൽ നിന്ന് എത്ര ശതമാനമാണ് തങ്ങൾക്ക് ലഭിക്കുക എന്നത് കൃത്യം അറിവുള്ള സംഗതികളാണ് ഉദ്യോഗാർത്ഥികൾ. പക്ഷെ ആ ഉദ്യോഗാർത്ഥികളിൽ നല്ല ഉദ്യോഗാർത്ഥികൾ, അറിവുള്ള ഉദ്യോഗാർത്ഥികൾ ആരും തന്നെ ഈ വിമർശനം ഉന്നയിക്കുന്നില്ല. PSCയിൽ അവർ വരേണ്ട ആവശ്യം പോലെ അവർക്കില്ല. അവർക്കറിയാം, വെബ്സൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ വേക്കൻസി റിപ്പോർട്ടിങ്ങിന്റെ പൊസിഷൻ അറിയാൻ പറ്റും. PSCയുടെ വെബ്സൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ അഡ്വൈസ് ചെയ്ത് ഏത് വ്യക്തി എന്ന് അറിയാൻ പറ്റും, ഏതെല്ലാം കമ്മ്യൂണിറ്റിക്ക് പോയി എന്ന് അറിയാൻ പറ്റും, മെയിൻ ലിസ്റ്റിൽ എത്ര പേര് പോയി എന്ന് അറിയാൻ പറ്റും. അപ്പൊ അവിടെ PSC വേക്കൻസി മാറ്റി വെക്കുന്നില്ല, അപ്പോയിന്റിംഗ് അതോറിറ്റിക്ക് അംഗീകൃത കേഡർ സെനറ്റിലെ വേക്കൻസി മാറ്റി വെക്കാനും കഴിയില്ല. എണ്ണം വർദ്ധിക്കുന്നതും ഈ ഉദ്യോഗാർത്ഥികളെ വ്യതകളും വേക്കൻസി ഉത്ഭവിക്കുന്നതും തമ്മിലും ഒക്കെ തന്നെ
ഒരു എല്ലാം കൂടി ചേർന്ന ഒരു വ്യക്തമായ ഒരു വോട്ട് തന്നെയാണത്. അതിന് തർക്കമൊന്നുമില്ല. പക്ഷെ അത് അറിയുന്ന ഉദ്യോഗാർത്ഥികൾ നന്നായി സഹകരിക്കുന്നുണ്ട്.